ശ്രദ്ധിച്ചാട്ടെ, ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇത് ദൈവരാജ്യ സങ്കീർത്തനം എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്നൊരു ചിന്തയാണ് എപ്പോഴും. കാരണം ഇവിടെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു യേശുവിനോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കാം. അപ്പോൾ സ്വർഗസ്ഥ പിതാവ് പുത്രനോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ്, എൻ്റെ വലതുഭാഗത്തിരിക്ക്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി തരാം. അങ്ങനെ ആ പാദപീഠമാക്കുന്ന പ്രോസസ്സിൽ യേശു ക്രിസ്തു ശക്തിപ്പെടുന്നതും ബലപ്പെടുന്നതും ഒക്കെ ഈ തോട്ടിൽ നിന്ന് കുടിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അതൊരു തോടെന്ന് നമ്മുടെ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ തോട്ടിലെ വെള്ളം കുടിച്ച് ശക്തിപ്പെടും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ തോട് എന്ന് പറയുന്ന ഇറ്റ്സ് എ സ്ട്രീം ഓഫ് വാട്ടർ. അത് പരിശുദ്ധാത്മാവിൻ്റെ നദിയാണ്. ആ നദിയിൽ നിന്ന് കുടിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ദൈവ പൈതൽ ശക്തിപ്പെടുന്നതും തൻ്റെ ജീവിതത്തിൻ്റെ അസൈൻമെൻറ്റ് അവൻ പൂർത്തിയാക്കുകയും ചെയ്യുന്നത് അതിലൂടെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ അസൈൻമെൻറ്റ്, ഓരോ ജോലി തന്നിട്ടുണ്ട്. അത് നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മളും ഇതേ നദിയിൽ നിന്ന് കുടിച്ചാൽ ഇതുവരെയും താഴ്ത്തിയിരുന്ന തല ഉയരപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. So if you read the book of Psalms chapter 110, it's about Jesus Christ and it's also about the kingdom of God. It's in the psalm, it starts with, the Lord says to my Lord, sit at my right hand until I make your enemies a footstool for your feet. So here God the Father is saying to Lord Jesus Christ about how to make his enemies a footstool for his feet. And the psalm is about Jesus Christ growing from strength to strength and establishing his strengthening his kingdom, so to speak. And the psalm is about that process, and towards the end here it says he will drink from a brook along the way, and so he will lift his head high. And this brook is not really a physical brook, but it's actually about the Holy Spirit and how we should get our energy from the Holy Spirit, and how we will be able to defeat the enemy if we get our energy from the Holy Spirit. ये भजन संहिता 110 भजन संहिता प्रभु यीशु मसीह के बारे में है. वहाँ पर शुरुआत के आयत में ऐसे हम देखते हैं, प्रभु से यहोवा की वाणी है, तू मेरे दाहिने हाथ बैठ जब तक कि मैं तेरे शत्रुओं को तेरे चरणों की चौकी न कर दूँ. तो यहाँ पर उसके बाद नीचे जब हम पढ़ते हैं, अंतिम आयत हमने पढ़ा है, यीशु मसीह को पिता परमेश्वर अपने सारे शत्रुओं को हराकर उसके पैरों की चौकी बनाता है, ऐसा वादा किया है. तो यीशु मसीह अंतिम आयत में पढ़े हैं कि वो मार की नदी का जल पीता है. ये हमारे पृथ्वी का जल नहीं है, बल्कि पवित्र आत्मा का जल है, जो यदि हम पिएंगे तो हम जयवंत हो सकेंगे. പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, സ്പിരിച്വൽ എഞ്ചിനീയറിംഗിൽ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആത്മീയത. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വർക്ക് എന്നാണ് അർത്ഥം, പ്രവർത്തനം എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ യന്ത്ര വിദഗ്ധൻ എന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന എക്സിറ്റ് യൂണിറ്റുകളാണ് ഞാനും നിങ്ങളും എന്ന കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം. ടാപ്പുകളാണ് ഞാനും നിങ്ങൾ. ദൈവത്തിന് ഈ ഭൂമിയിലേക്കുള്ള വഴികളാണ് ഞാനും നിങ്ങളും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇതിനെ ഞാനും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കും വളരെ മനോഹരമായി പ്രവർത്തിക്കുവാൻ കഴിയും. ആദ്യം തന്നെ നമ്മളുടെ പർപ്പസ് എന്ന് പറയുന്നത് ദൈവം നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടണം. അങ്ങനെ ദൈവം നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടുന്ന എഞ്ചിനീയറിംഗ് ശാഖയുടെ പേരാണ് ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോടുകൂടെ. So when we speak about spiritual engineering, we should realize that there are two components to it. One is spiritual and secondly engineering. And engineers are usually people who operates with machines, who operates on certain things. And in the same manner, you should realize that there is within, if you are a child of God, there is within you a river, a tap that starts from God the Father and which flows out of you. And as an engineer, you should learn how to operate that tap so that from you shall flow rivers of life
and it will enlighten everybody around you. और आत्मिक स्पिरिचुअल इंजीनियरिंग यानी आत्मिक इंजीनियरिंग, इसमें आत्मिक या आध्यात्मिक स्तर में, और इंजीनियरिंग यानी हम मान सकते हैं किसी कार्य को करना। इंजीनियर वो व्यक्ति है जो यंत्र या किसी सिस्टम को चलाता है। तो हमें सबसे पहले समझना है कि हम इस पृथ्वी पर परमेश्वर की मकसद को पूरे करने वाले, परमेश्वर की जो उपस्थिति है उसे इस धरती पर लाने के लिए और परमेश्वर के लिए मार्ग हमें बनना है, ताकि उसकी उपस्थिति इस पृथ्वी में हमारे द्वारा, जैसे कि नाला से बहता है पानी, उसी तरह हम भी नाले बन जाएं। അമ്മയുടെയും അമ്മായി അമ്മയുടെയും അപ്പൻ്റെയും ചേട്ടൻ്റെയും ചേച്ചിയുടെയും കുറ്റം തിന്മകൾ ഒരേ സമയം വരുന്നത് യോഗ്യം അല്ല. അങ്ങനെ വരുന്നുവെങ്കിൽ നമ്മളുടെ തല ഉയർത്തുന്ന ആ സ്ട്രീമിനെ അല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മളെ കൊന്നുകളയുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്ന മറ്റൊരു ചതിയൻ നദിയെയാണ് നാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പോയാൽ മോളെ നിന്നെ സഹായിക്കാൻ ദൈവത്തിനോ ദൈവത്തിൻ്റെ ദാസന്മാർക്കോ കഴിയുകയില്ല. അവനവൻ തന്നെ അവനവൻ്റെ ശവക്കുഴി നരകക്കുഴി തോണ്ടുകയാണ്. So let's read the book of James chapter 3 verse 11. Here it says, can both fresh water and salt water flow from the same spring? So we are supposed to be springs of God. Our mouth is supposed to be the source, from a spring from which the word of God comes out. But nowadays, yes, sometimes word of God comes out from our mouth, but other times it's mostly evil things. It's mostly blaming our neighbors, our relatives, and causing strife and dissension. So from the same springs, from the same mouth comes both the word of God and words that cause dissension. And if we are becoming like that spring, the second source that is coming from our mouth, it could even kill us, and it would cause the kingdom of God to not operate much from us. यहाँ पर याकूब की पत्री 3 उसके 11वें आयत में पढ़ते हैं, क्या सोते के एक ही मुंह से मीठा और खारा जल दोनों निकलता है? हमें समझना है कि हम इस पृथ्वी में परमेश्वर के लिए सोतों के मुंह होकर हमें यहाँ पर रखा हुआ है। तो हम में से शुद्ध जल वो सिर को ऊंचे करने वाले जल को निकालना है। लेकिन कई बार हमें अपने आप को जांचना है, क्या हमारे मुंह से खारा पानी निकलता है जो न केवल अशुद्ध करता है लेकिन हमें मार डाल सकता है। कई बार हम परमेश्वर की जो है गुणानुवाद करते हैं, परमेश्वर के वचन हमारे मुंह से निकलता है, लेकिन उसी समय में दूसरों का दोषारोपण या दूसरों की चुगली करने वाली बातें, हमारे पड़ोसन, हमारे कलीसिया के भाई लोग, या फिर दूसरों के बारे में गलत बोलने बुराई करने वाली बातें हमारे मुंह से निकलती है। तो ऐसे नहीं होना है। ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് ഉള്ള നദിയാണ് നാം സ്വീകരിച്ചു പോകുന്നതെങ്കിൽ നമ്മളുടെ ജീവിതം, നമ്മുടെ സോള് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. പഴയ മനുഷ്യൻ ഒഴിവാക്കി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. മാത്രമല്ല നമ്മുടെ ശരീരം ആരോഗ്യത്തോടുകൂടെ നിൽക്കും. പകരം നമ്മൾ സോളിലുള്ള പഴയ മനുഷ്യനിൽ നിന്നാണ് നാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെയാണ് സകല അശുദ്ധിയും തിന്മയും കൊലപാതകവും ദുശ്ചിന്തയും സകലവിധ തിന്മത്തരങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റോർ ഹൗസാണ്. അതുകൊണ്ടാണ് ദൈവവചനം ഈ മനുഷ്യനെ പേരിട്ടിരിക്കുന്നത് ഡിസീറ്റ്ഫുൾ മാൻ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യൻ. അവനിൽ നിന്നാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ അകത്ത് സമാധാനം ഉണ്ടാകത്തില്ല. എപ്പോഴും ടെൻഷനായിരിക്കും, എപ്പോഴും വിഷമമായിരിക്കും, എപ്പോഴും അയ്യോ 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 എന്നൊരു ചിന്തയായിരിക്കും. മാത്രമല്ല ഇവിടെ നിന്ന് ഒഴുകുന്ന ഈ കാര്യങ്ങൾ ശരീരത്തിനും നല്ലതല്ല. ശരീരം എപ്പോഴും രോഗങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, നിന്റെ നാവ് പുറത്തേക്ക് വരുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാ. നിന്റെ നാവ് നിന്റെ ശരീരത്തിന് പാപകാരണമായി തീരരുത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളുടെ അകത്തുള്ള ദൈവിക പ്രവർത്തനം മനസ്സിലാക്കുക. നമ്മൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ വായാണ്, ദൈവത്തിൻ്റെ ഉറവയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ഫങ്ഷൻ ചെയ്യുവാനാണ് നമ്മൾ
യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് നമ്മുടെ ജീവിതം തുടങ്ങിയത്. ഇനി നാം അതിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. So as we discussed, we should drink from the brook that starts from God, and not because if we do that we will be a light to the world, and not from what Bible say the deceitful man, because out of if we drink from the old man that is within us, then all kinds of evil things comes from us, and Bible says that let not your mouth be cause for sin. And so we should stop drinking from the old man and drink from the brook that starts from God. इसके लिए हमारे पुराने मनुष्यत्व से निकलने वाली जो बुराइयों से भरा हुआ है, वचन में लिखा है पुराने मनुष्यत्व से निकलने वाली सारी अशुद्ध चिंताएं और हत्या, ये सारे बातों को नहीं लेते हुए यदि परमेश्वर से बहने वाली उस जीवन की धारा को यदि हम लेंगे तो हम जैसे परमेश्वर हमसे चाहता है हम इस दुनिया में रह सकेंगे. സ്വർഗസ്ഥ പിതാവിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഭൂമിയിൽ അല്പകാല ജീവികളായ എൻ്റെ സഹോദരങ്ങളായ എല്ലാ മക്കളെയും അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ സമാധാനം, സന്തോഷം, ഐശ്വര്യവും ജീവനും സമൃദ്ധിയായി നിങ്ങളിൽ നിറയുവാനിടയാകട്ടെ. നിങ്ങൾ വാ തുറക്കുമ്പോൾ നിങ്ങളിലൂടെ അത് ചുറ്റുമുള്ളവർക്കും അത് അനുഭവമായി തീരുവാനിടയാകട്ടെ. Greetings of love in the name of God our Father and our Lord and Savior Jesus Christ to all the temporary travelers of this world, all my brothers who are my brothers in Christ. May the love, peace and blessing as well as the life of our Lord Jesus Christ reside in you, and when you open your mouth, may it flow out of you so that peace may be spread to everybody around you. परमेश्वर का नाम का महिमा हो. पिता परमेश्वर और प्रभु यीशु मसीह के नाम से आप सभी को हमारा प्यारा नमस्कार. जो इस धरती पर अल्पकालीन होकर जीने वाले सभी मेरे भाई बहनों को परमेश्वर का शांति, जीवन और ऐश्वर्य आप में भरपूरी से होते जाए, और जब आप मुंह खोलें तो वो दूसरों में भी भरकर आशीष का कारण हो जाए. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒരല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവം തന്നിരിക്കുന്നത് നമ്മളുടെ തലകളെ ഉയർത്തുന്ന, നമ്മുടെ തലകളെ താന്നു പോകാതെ ഉയർത്തുന്ന ഒരു നദിയുണ്ട്. വഴിയരികിലെ തോടെന്നാണ് മലയാളത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് വഴിയരികിലെ തോടല്ല, അത് വഴി തന്നെയാണ്. So the topic for today's discussion is that there is a river, there is a brook that lifts up your head, and in the Bible it is written the brook beside the road, beside the way, but it's not really beside the way, it's actually the way itself. आज जो हम सुनने वाले हैं वो एक नदी के विषय में है, और उसको वचन में कई भागों में सड़क के किनारे का नाला लिखा हुआ है, लेकिन वो मार्ग का नाला नहीं है, बल्कि वो खुद ही मार्ग है. നമ്മൾ എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ ക്ഷീണിക്കും അല്ലേ? ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല വെയിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് ബ്രോഡ് വേയിൽ, അത് ബ്രോഡ് വേ ആയതുകൊണ്ട് ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഇറങ്ങിയാൽ നടക്കണം, എന്നാലേ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടുള്ള ഒരു റിലേറ്റീവ് അവിടെ ഒരു കടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുന്നു, ഏത് ജ്യൂസ് കുടിക്കുന്നു. പെട്ടെന്നാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ സംസാരിച്ചു. ഉടനെ ഇതേപോലെ ഭയങ്കര ചൂടാ, ഭയങ്കര വെയിലാ, നാവൊക്കെ വരണ്ടു പോയിട്ട് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കുക, ഇച്ചിരി വെള്ളം എടുക്കട്ടെ. ഞാൻ പറഞ്ഞാൽ വേണ്ട, പെട്ടെന്ന് കാര്യം നടത്തി പോകാനുണ്ട്. അപ്പോൾ യാത്രയിൽ തളർന്നു പോകുമ്പോൾ നമ്മൾ വഴിയരികിലെ കടയിൽ നിന്ന് ജ്യൂസോ വെള്ളമൊക്കെ മേടിച്ചു കുടിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ഇതേപോലെ തന്നെയാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, വഴിയരികിലെ തോട്ടിൽ നിന്ന് അവൻ കുടിക്കും, അതുകൊണ്ട് അവൻ തല ഉയർത്തും, അതുകൊണ്ട് അവൻ യുദ്ധം ചെയ്യിക്കും. So recently I was traveling through the Broadway. I was walking along the Broadway and I saw a family member in a shop, a relative who was sitting in the shop. So I went
to that shop and asked and was chatting with him, and the shopkeeper said, "Do you want some water? Because it's extremely hot here." And I was reminding that. So in the same way, for Jesus Christ, it's not the shop. It's not to the shop that he drinks his water from. It is written, "He will drink from a brook along the way, so he will lift his head high." पिछले दिन मैं जब एर्नाकुलम में ब्रॉडवे के यहाँ से जा रहा था, गुजर रहा था, तो बहुत धूप का समय था। तो एक दुकान में मैंने देखा एक रिश्तेदार मेरा बैठा हुआ और वहाँ से पानी जूस पी रहा था। तब जब बातचीत हुई तो दुकानदार ने मुझसे भी कहा, क्या आप पियोगे कुछ? मैंने कहा नहीं, मुझे फुर्सत है इसके लिए। तो जब जिस प्रकार की गरमाइश में हम जल लेते हैं, इसी प्रकार यहाँ लिखा वचन में, वह मार्ग में चलता हुआ नदी का जल पिएगा, इस कारण वह सिर को ऊंचा करेगा, यानी कि वह विजय प्राप्त करेगा। ഹല്ലേലൂയ. 110 സങ്കീർത്തനം 7-ാം വാക്യം ശബ്ദമുയർത്തി സഹോദരി വായിച്ചാട്ടെ. ഇതാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും താളപ്പഴയാൽ തകർന്നു കിടക്കുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വെള്ളം കുടിച്ചാൽ മതി നിങ്ങൾക്ക് തല ഉയർത്താം. ഹല്ലേലൂയ. ഈ വെള്ളം കുടിച്ചാൽ മതി നിങ്ങൾക്ക് തല ഉയർത്താം. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ സങ്കീർത്തനം മുഴുവൻ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വെള്ളം കുടിച്ചാണ് തല ഉയർത്തുന്നത്. മാത്രമല്ല അവസാനം പിശാചിനെ പരാജയപ്പെടുത്തുന്നതും ഈ വെള്ളം കുടിച്ചാണ്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടെ മനസ്സിലാക്കുക, ദൈവപുത്രന്മാരുടെ ഈ രീതി നമ്മുടെ ജീവിതത്തിലും പകർത്തുക. അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും, അതുകൊണ്ട് അവൻ തല ഉയർത്തും. So let's read from Psalm 110 verse 7. He will drink from a brook along the way, and so he will lift his head high. So just like the story we mentioned of Broadway, in life, if you feel that you are tired and you are having trouble moving forward, it's too hot, or there are troubles in life, then to relieve your weariness, you will have to drink from the brook along the way. Psalm 110 is about Lord Jesus Christ, and when he was tired, he drank from a brook along the way, and he moved on to victory through that. यहाँ पर भजन संहिता 110 उसका 7 में इस प्रकार लिखा है, वह मार्ग में चलता हुआ नदी का जल पिएगा, इस कारण वह सिर को ऊंचा करेगा। इस भजन संहिता प्रभु यीशु मसीह के बारे में का है। तो यीशु मसीह की तरीका, जहाँ जब वो थका हुआ था, उसने उस जल की मार्ग की नदी के जल को पिया और वो आगे बढ़ सका। ये हमको भी करना है. ശ്രദ്ധിച്ചാട്ടെ, ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇത് ദൈവരാജ്യ സങ്കീർത്തനം എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്നൊരു ചിന്തയാണ് എപ്പോഴും. കാരണം ഇവിടെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു യേശുവിനോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കാം. അപ്പോൾ സ്വർഗസ്ഥ പിതാവ് പുത്രനോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ്, എൻ്റെ വലതുഭാഗത്തിരിക്ക്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി തരാം. അങ്ങനെ ആ പാദപീഠമാക്കുന്ന പ്രോസസ്സിൽ യേശു ക്രിസ്തു ശക്തിപ്പെടുന്നതും ബലപ്പെടുന്നതും ഒക്കെ ഈ തോട്ടിൽ നിന്ന് കുടിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അതൊരു തോടെന്ന് നമ്മുടെ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ തോട്ടിലെ വെള്ളം കുടിച്ച് ശക്തിപ്പെടും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ തോട് എന്ന് പറയുന്ന ഇറ്റ്സ് എ സ്ട്രീം ഓഫ് വാട്ടർ. അത് പരിശുദ്ധാത്മാവിൻ്റെ നദിയാണ്. ആ നദിയിൽ നിന്ന് കുടിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ദൈവ പൈതൽ ശക്തിപ്പെടുന്നതും തൻ്റെ ജീവിതത്തിൻ്റെ അസൈൻമെൻറ്റ് അവൻ പൂർത്തിയാക്കുകയും ചെയ്യുന്നത് അതിലൂടെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ അസൈൻമെൻറ്റ്, ഓരോ ജോലി തന്നിട്ടുണ്ട്. അത് നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മളും ഇതേ നദിയിൽ നിന്ന് കുടിച്ചാൽ ഇതുവരെയും താഴ്ത്തിയിരുന്ന തല ഉയരപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. So if you read the book of Psalms chapter 110, it's about Jesus Christ, and it's also about the kingdom of God. It's in the psalm, it starts with, the Lord says to my Lord, sit at my right hand until I make your enemies a footstool for your feet. So here God the Father is saying to Lord Jesus Christ about how to make his enemies a footstool for his feet. And this psalm is about Jesus Christ going from strength to strength and establishing strengthening his kingdom, so to speak. And
the psalm is about that process, and towards the end, here it says he will drink from a brook along the way, and so he will lift his head high. And this brook is not really a physical brook, but it's actually about the Holy Spirit, and how we should get our energy from the Holy Spirit, and how we will be able to defeat the enemy if we get our energy from the Holy Spirit. ये भजन संहिता 110 भजन संहिता प्रभु यीशु मसीह के बारे में है। वहाँ पर शुरुआत के आयत में ऐसे हम देखते हैं, प्रभु से यहोवा की वाणी है, तू मेरे दाहिने हाथ बैठ जब तक कि मैं तेरे शत्रुओं को तेरे चरणों की चौकी न कर दूँ। तो यहाँ पर उसके बाद नीचे जब हम पढ़ते हैं, अंतिम आयत हमने पढ़ा है, यीशु मसीह को पिता परमेश्वर अपने सारे शत्रुओं को हराकर उसके पैरों की चौकी बनाता है, ऐसा वादा दिया है। तो यीशु मसीह अंतिम आयत में पढ़े हैं कि वो मार की नदी का जल पीता है। ये हमारे पृथ्वी का जल नहीं है, बल्कि पवित्र आत्मा का जल है, जो यदि हम पिएंगे तो हम जयवंत हो सकेंगे। പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ നദി എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നമ്മളുടെ തല ഉയർത്തുന്ന നദിയാണ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന നദിയാണ്. എന്നാൽ അപ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു നദിയുണ്ട്, നമ്മളെ അശുദ്ധമാക്കുന്ന നദി. നമ്മുടെ തലയെ താഴ്ത്തുക മാത്രമല്ല, നമ്മളെ അശുദ്ധമാക്കി നമ്മളെ കൊന്നുകളയുന്ന ഒരു നദിയുണ്ട്. നമ്മൾ അറിയാതെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ നദിയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ വളരെ വ്യക്തതയോടെ നാം യേശുവിനോട് പഠിക്കണം. ഞാൻ യേശുവിനോട് പഠിച്ചപ്പോൾ ഞാൻ കാണുന്നത്, യേശുവിനോട് പഠിക്കുന്ന ഒരു തലം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഹയസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന എഞ്ചിനീയറിംഗ് കോളേജ് ആണ് യേശുവിനോട് പഠിക്കുന്നത്. നാം ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇതാ അപ്പോൾ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യൻ, അങ്ങനെ പല പല എഞ്ചിനീയറിംഗ് നാം പഠിക്കുമ്പോൾ, യേശുവിനോട് നാം പഠിക്കുമ്പോൾ നാം പഠിക്കുന്നത് സ്പിരിച്വൽ എഞ്ചിനീയറിംഗ് ആണ്. ആ സ്പിരിച്വൽ എഞ്ചിനീയറിംഗ് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങളും ഒന്ന് പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മളെ നശിപ്പിക്കുന്ന ആ പ്രവർത്തനത്തെ നമുക്ക് ഫ്രീസ് ചെയ്തുകൊണ്ട് നമ്മളെ പണിതെടുക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, ഈ തല ഉയർത്തുന്ന ഈ പ്രവർത്തനത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നീ സകല മേഖലയിലും നീ ത്രൈവ് ചെയ്യാൻ തുടങ്ങും. നിന്നെ കാണുന്നത് ആത്മലോകത്തിന്, ദൈവരാജ്യത്തിനൊരു സന്തോഷവും പൈശാചിക രാജ്യത്തിനൊരു ഭയവും മാനവ രാജ്യത്തിന് അതൊരു അനുഗ്രഹമായി തീരും. അതുകൊണ്ട് learn of Jesus. So here we speak of a brook. If you drink from that brook, you will lift up your head. I want to say that there is also a different brook. If you drink from that brook, if you allow that brook to operate in your life, it will make you impure, and it will make you drop your head. So we should learn of Jesus Christ to drink from this brook while freezing the other brook. Just like we have computer science engineering or mechanical engineering, etc., etc. In the same manner, learning of Jesus Christ is the highest studies. It's about spiritual engineering and how you can, how you should operate in your life, how the Spirit should operate in your life, and you should learn of Jesus Christ to freeze that other river which is in operation within you, and drink from this particular brook. और यहाँ पर जो हमने नदी पढ़ा है, वो हमारे सिर को अगर ऊंचा करने वाला नदी है, तो दूसरा एक नदी है, उसमें से यदि हम पिएंगे तो न केवल वो हमें अशुद्ध करेगा और हमारे सिर को नीचे कराएगा, बल्कि वो हमको वो मार डालेगा, हमारा घात करेगा। तो ये नदी को पीने के लिए जो हमारे सिर को ऊंचा करता है, हमें यीशु मसीह से सीखना होगा। यीशु मसीह से सीखना, मैं मानता हूँ इस दुनिया में सबसे उत्तम जो बातें जो हम सीख सकते हैं, यानी कि दुनिया में सिविल इंजीनियर, मैकेनिकल इंजीनियर, केमिकल इंजीनियर, ऐसे अलग बातें लोग सीखते हैं, इंजीनियरिंग करते हैं, लेकिन यीशु मसीह से जब हम सीखेंगे तो हम स्पिरिचुअल आत्मिक इंजीनियरिंग करेंगे, जिससे हम हमारे अंदर इस प्रकार से मृत्यु लाने वाली बातों को हम हरा डाल सकेंगे। अगर ऐसे जब हम होंगे तो हम स्वर्ग के लिए आनंद, इस पृथ्वी के लोगों के लिए आशीष का कारण, और शैतान और उसके साथियों के लिए हम डर का मामला बन जाएंगे। പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, സ്പിരിച്വൽ എഞ്ചിനീയറിംഗിൽ, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആത്മീയത. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ
വർക്ക് എന്നാണ് അർത്ഥം, പ്രവർത്തനം എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ യന്ത്ര വിദഗ്ധൻ എന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന എക്സിറ്റ് യൂണിറ്റുകളാണ് ഞാനും നിങ്ങളും എന്ന കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത്. ടാപ്പുകളാണ് ഞാനും നിങ്ങൾ. ദൈവത്തിന് ഈ ഭൂമിയിലേക്കുള്ള വഴികളാണ് ഞാനും നിങ്ങളും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇതിനെ ഞാനും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കും വളരെ മനോഹരമായി പ്രവർത്തിക്കുവാൻ കഴിയും. ആദ്യം തന്നെ നമ്മളുടെ പർപ്പസ് എന്ന് പറയുന്നത് ദൈവം നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടണം. അങ്ങനെ ദൈവം നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടുന്ന എഞ്ചിനീയറിംഗ് ശാഖയുടെ പേരാണ് ഇമ്മാനുവേൽ, ദൈവം മനുഷ്യരോടുകൂടെ. So when we speak about spiritual engineering, we should realize that there are two components to it. One is spiritual and secondly engineering. And engineers are usually people who operates with machines, operates on certain things. And in the same manner, you should realize that there is within, if you are a child of God, there is within you a river, a tap that starts from God the Father and which flows out of you. And as an engineer, you should learn how to operate that tap so that from you shall flow rivers of life, and it will enlighten everybody around you. और आत्मिक स्पिरिचुअल इंजीनियरिंग यानी आत्मिक इंजीनियरिंग, इसमें आत्मिक या आध्यात्मिक स्तर में, और इंजीनियरिंग यानी हम मान सकते हैं किसी कार्य को करना। इंजीनियर वो व्यक्ति है जो यंत्र या किसी सिस्टम को चलाता है। तो हमें सबसे पहले समझना है कि हम इस पृथ्वी पर परमेश्वर की मकसद को पूरे करने वाले, परमेश्वर की जो उपस्थिति है उसे इस धरती पर लाने के लिए और परमेश्वर के लिए मार्ग हमें बनना है, ताकि उसकी उपस्थिति इस पृथ्वी में हमारे द्वारा, जैसे कि नाला से बहता है पानी, उसी तरह हम भी नाले बन जाएं। ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യരാണ് ദൈവത്തിൻ്റെ ഭൂമിയിലെ ഗേറ്റുകൾ. ഇത് മനസ്സിലാക്കണം. എന്നാൽ ഈ മനുഷ്യരെ എല്ലാം പിശാച് കൊന്നിട്ടിരിക്കുകയാണ്. അവർ ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ധൂർത്തപുത്രന്റെ കഥയിൽ ആ പിതാവ് പറയുന്നത്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ മരിച്ചുപോയി, എൻ്റെ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, അവൻ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ വീണ്ടും അത് ലോകമക്കളെക്കുറിച്ച്, ലോകത്തിലായിരിക്കുന്ന അവരെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ കൂട്ടത്തിൽ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന വീണ്ടും ജനിച്ച നിങ്ങളോട് പറയാനുള്ളത് ഇതാ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ചങ്കിലെ ജീവന രക്തത്താൽ നമുക്ക് വീണ്ടും ജനനം നൽകി, വീണ്ടും ജീവൻ നൽകി നമ്മൾ ജീവിക്കുന്നുണ്ട്. ബട്ട് still we are lost, we are malfunctioning. എന്നാൽ ഇതാ എൻ്റെയും നിങ്ങളുടെ ക്രിസ്തുവിൻ്റെ ഡ്യൂട്ടിയാണ് കേടായി പോയ യൂണിറ്റുകളെ റെഡിയാക്കി എടുക്കുന്ന നല്ലൊരു എഞ്ചിനീയറെ പോലെ ആദ്യം നമ്മളെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിലുള്ള ഭൂമിയിലേക്കുള്ള ഔട്ട്പുട്ടുകളായി തീരണം. തുടർന്ന് മറ്റുള്ള സഹോദരങ്ങളെ റെഡിയാക്കുവാൻ പുറപ്പെട്ടു പോകുന്ന എഞ്ചിനീയേഴ്സായി, സർവീസ് എഞ്ചിനീയേഴ്സായി ഞാനും നിങ്ങളും പുറത്തേക്ക് കടന്നു വരണം. ഓരോ വ്യക്തികളെയോ, ഫംഗ്ഷൻ ചെയ്യാത്ത ഓരോ വ്യക്തികളെയോ അവരെ ഫംഗ്ഷൻ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഭൂമിയിലേക്കുള്ള ഗേറ്റുകളായി തീരുവാൻ, ഇമ്മാനുവേൽ ഫംഗ്ഷൻ അവരിൽ പ്രവർത്തനം തുടങ്ങുവാൻ അവരെ സഹായിക്കണം. ഇത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഡ്യൂട്ടിയാണ്. പക്ഷെ നമ്മൾ ഇത് തിരിച്ചറിയുന്നില്ലെങ്കിലോ, ഈ സത്യം തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മൾ എന്നും ബന്ധനത്തിലാണ്. സത്യം നിങ്ങൾ എപ്പോഴറിയുന്നു, ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. So we human beings were created as gates of God. We were created as a sort of limbs of God, so that God can operate and rule this world through us. But unfortunately, because we were defeated by Satan, we have all died. But through the sacrifice of our Lord and Savior Jesus Christ, we have been born again, and we now have re-established connection with God our Father. And we are supposed to operate as his limbs, as his gates, but unfortunately many of us are malfunctioning machines, and we are not operating with the efficiency that he wants. And therefore you should excel in spiritual engineering, so that firstly you can repair the tap, the gate within you, so that out of you shall flow rivers of life, and then you can help other brothers and others around you to repair their taps, so that
rivers of life that comes from God shall flow to all around us. हमें ये बात समझना है कि पृथ्वी पर जब हम हैं तो परमेश्वर की द्वार है हम में से हर एक व्यक्ति। लेकिन दुख की बात यह है कि अधिकांश लोग मृत स्थिति में हैं, पाप के अधीन में और शैतान के वश में होकर वो ये मृत स्थिति में होने के कारण वो काम नहीं कर पाते हैं, मेल फंक्शन कर रहे हैं। लेकिन प्रभु यीशु मसीह के द्वारा हम जो प्रभु में वापस नए जन्म पाए हैं, हम परमेश्वर हमारे लिए ये चाहता है कि हम इस पृथ्वी में परमेश्वर के लिए उसके मार्ग बनाने वाले और उसके नल होकर काम करें, ताकि हम पहले उस जो वो चाहता है हमारे द्वारा हो और हमारे द्वारा दूसरे भी लोग परमेश्वर के इमैनुएल उसकी उपस्थिति को लाने वाले बन जाएं। ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമ്മൾ ഒരു ഉറവിൻ്റെ ദ്വാരം എന്നതുപോലെയാണ്. ഉറവ്, ആ ഉറവിൻ്റെ ദ്വാരം. റാസൽ ഖൈമ എന്ന ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സ്പ്രിംഗ് ഉണ്ട്, കത്ത് സ്പ്രിംഗ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ പാറയ്ക്കടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. പലരും അവിടെ വിസിറ്റ് ചെയ്യാൻ പോകും. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ഒരു പ്രാവശ്യം പോയി, അതിൽ കൂടുതൽ പോയിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ ഞാൻ അതിലും കൂടുതലും പോയിട്ടുണ്ട് ബിസിനസ് ആവശ്യമായിട്ട്. ശ്രദ്ധിച്ചേ, അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ആ ഉറവിൽ നിന്ന് പുറത്തേക്ക് തള്ളി വരുന്ന വെള്ളം ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ തണുവ് കാലത്തും അവിടെ നിന്ന് പുറത്തേക്ക് തള്ളുന്ന വെള്ളം ചൂടുള്ളത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് ചൂടാക്കി വിടുന്നതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ പലരും അവിടെ കടന്നു പോകുന്നത് കാണാറുണ്ട്. ഇതേപോലെ ഞാനും നിങ്ങളും സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ ഭൂമിയിലേക്കുള്ള ഉറവുകളാണ്, ഉറവിൻ്റെ ദ്വാരങ്ങളാണ്. പക്ഷേ ഇത് പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ്. ചൂടുവെള്ളം വരുന്ന സ്ഥലത്ത് കൂടി തണുത്ത വെള്ളം വരുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം പറയാണ്, നമ്മളിൽ നിന്ന് ഇപ്പോൾ കയ്പും മധുരവും ഒരുമിച്ച് പുറപ്പെടുന്ന ഉറവുകളായിട്ട് നിൽക്കുകയാണ് ആര്? ദൈവമക്കൾ. ലോകമക്കളുടെ കാര്യമല്ല പറഞ്ഞേ, ദൈവമക്കൾ. ദൈവത്തിൻ്റെ വചനം പറയുന്നു അങ്ങനെയായിരിക്കുന്നത് ശരിയല്ല. So when I was in Ras Al Khaimah, there is a spring there, or a geyser. It's called കത്ത് വാട്ടർ. cut water, and I happened to travel there and see that. So basically there is water inside the rocks, and the spring and just springs out of the ground, and it's usually hot water like a geyser. And we are also like that for God. We are all springs that is supposed to send out water from God. But unfortunately, because we are not operating well, there are another spring also that has now connected to us, and that spews out water. So in effect, we spew out both good water and bitter water from our body. रासल खाइमा में जहाँ पर पासवान रहते थे वहाँ पर एक खत वाटर नाम का एक स्प्रिंग है, एक सोता है, पानी का सोता जो चट्टान के नीचे से वो उमड़ कर आता है, उसमें से गर्म पानी निकलता था। ये देखने के लिए काफ़ी सारे लोग आते थे अलग जगह से। तो ये इसी प्रकार हमें भी परमेश्वर का अगर उस गर्म पानी की जगह में ठंडा पानी निकलता है, या फिर जैसे वचन में लिखा है एक ही सोते से मीठा और कड़वा जल कैसे हो सकता है, ऐसे नहीं होना चाहिए। ശ്രദ്ധിച്ചേ, യാക്കോബ് 3:11 പറയുകയാണ്, ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? ഉറവ്, ദൈവത്തിൻ്റെ ഉറവിൻ്റെ ദ്വാരമാണ്. ഇത് കണ്ടോ, ഈ വായ ദൈവത്തിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ഉറവിൻ്റെ ദ്വാരമാണ്. അതിൽ നിന്ന് ഒരേ സമയത്ത് ദൈവവചനം പറച്ചിലും അതേ സമയത്ത് തന്നെ സഹോദരൻ്റെ കുറ്റവും സഹോദരിയുടെ കുറ്റവും അമ്മയുടെയും അമ്മയുടെയും അപ്പൻ്റെയും ചേട്ടൻ്റെയും ചേച്ചിയുടെയും കുറ്റവും തിന്മകൾ ഒരേ സമയം വരുന്നത് യോഗ്യം അല്ല. അങ്ങനെ വരുന്നുവെങ്കിൽ നമ്മളുടെ തല ഉയർത്തുന്ന ആ സ്ട്രീമിനെ അല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മളെ കൊന്നുകളയുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്ന മറ്റൊരു ചതിയൻ നദിയെയാണ് നാം ഓപ്പറേറ്റ് ചെയ്യുന്നത്.
അങ്ങനെ പോയാൽ മോനെ മോളെ നിന്നെ സഹായിക്കാൻ ദൈവത്തിനോ ദൈവത്തിൻ്റെ ദാസന്മാർക്കോ കഴിയുകയില്ല. അവനവൻ തന്നെ അവനവൻ്റെ ശവക്കുഴി നരകക്കുഴി തോണ്ടുകയാണ്. So let's read the book of James chapter 3 verse 11. Here it says, can both fresh water and salt water flow from the same spring? So we are supposed to be springs of God. Our mouth is supposed to be the source, from a spring from which the word of God comes out. But nowadays, yes, sometimes word of God comes out from our mouth, but other times it's mostly evil things. It's mostly blaming our neighbors, our relatives, and causing strife and dissension. So from the same springs, from the same mouth comes both the word of God and words that cause dissension. And if we are becoming like that, that spring, the second source that is coming from our mouth, it could even kill us, and it would cause the kingdom of God to not operate much from us. यहाँ पर याकूब की पत्री 3 उसके 11वें आयत में पढ़ते हैं, क्या सोते के एक ही मुंह से मीठा और खारा जल दोनों निकलता है? हमें समझना है कि हम इस पृथ्वी में परमेश्वर के लिए सोतों के मुंह होकर हमें यहाँ पर रखा हुआ है। तो हम में से शुद्ध जल वो सिर को ऊंचे करने वाले जल को निकालना है। लेकिन कई बार हमें अपने आप को जांचना है, क्या हमारे मुंह से खारा पानी निकलता है जो न केवल अशुद्ध करता है लेकिन हमें मार डाल सकता है। कई बार हम परमेश्वर की जो है गुणानुवाद करते हैं, परमेश्वर के वचन हमारे मुंह से निकलता है, लेकिन उसी समय में दूसरों का दोषारोपण या दूसरों की चुगली करने वाली बातें, हमारे पड़ोसन, हमारे कलीसिया के भाई लोग या फिर दूसरों के बारे में गलत बुराई करने वाली बातें हमारे मुंह से निकलती हैं। तो ऐसे नहीं होना है। വിൽസൺ ഗോഡ്ലി ക്രിസ്റ്റിൻ വന്നാട്ടെ, മുമ്പോട്ട് വന്നാട്ടെ. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി തരാം. കാരണം വാ കൊണ്ട് പറയുമ്പോൾ ഒന്നാമത് സ്പിരിച്വൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ മനുഷ്യന് കഴിവില്ല. ഓ ഫാദർ, താങ്ക് യു. യെസ്, വിൽസൺ ഇവിടെ നിന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഭാഗങ്ങളാണുള്ളത്. നമുക്കതെല്ലാവർക്കും അറിയത്തില്ല എങ്കിലും നമുക്കറിയാവുന്നത് മനുഷ്യൻ്റെ ശരീരം, മനുഷ്യൻ്റെ ദേഹി, മനുഷ്യൻ്റെ ആത്മാവ്. ഇവിടെ നമുക്കൊരു ആത്മാവ് ഉണ്ടെന്നുള്ള കാര്യം യാതൊരു ഐഡിയയില്ല. ദേഹി ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയത്തില്ല. നമുക്ക് ആകപ്പാട് ഐഡിയ ഉള്ളത് ശരീരം ഉണ്ടെന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ. ഈ ശരീരത്തിൽ ഈ വായാണ് ഉറവിൻ്റെ ദ്വാരം, ഭൂമിയിലേക്കുള്ള ഉറവിൻ്റെ ദ്വാരം. അപ്പോൾ തന്നെ നമ്മുടെ പ്രവൃത്തികളും അതിനെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ നമ്മളിൽ ദൈവം വസിക്കുന്നത് നമ്മുടെ ആത്മാവിലാണ്. നമ്മളെന്ന് പറയുന്നത് ഒരു വീടാണ്, ഒരു പെരയാണ്, ഒരു പുരയാണ്, ഒരു വീടാണ്. അതിൽ ദൈവം വസിക്കുന്ന വീടാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇതിനെ ദേവാലയം എന്ന് പറയുന്നത്. So, dear brothers, we have 3 people before us, Wilson, Godly, and Christy. They represents the 3 part of a human being. Christy here represents the spirit, and it is the spirit that is the temple of God. It is God resides in that spirit. Spirit is the home of God. And then you have Godly, who represents the soul, and Wilson, who represents the actual physical body. It is from the actual physical body, through the mouth of the actual physical body, that the outlet for the river of God flows. Also the works also support it. मंच पर 3 व्यक्ति खड़े हैं, तो सबसे क्रिस्टी भाई जो खड़े हैं, मान लो कि वो आत्मा है। परमेश्वर निवास करता है हमारे आत्मा के अंदर, लेकिन कई बार हमें आत्मा के बारे में कुछ मालूम नहीं। बीच में खड़े हैं गॉडली भाई, जो हमारे प्राण को दर्शाता है। कई बार हमें प्राण के बारे में भी कुछ नहीं मालूम, हमें सिर्फ मालूम है शरीर के बारे में। और शरीर की बातों के बारे में हम कई बार सोचते हैं। शरीर में हमारा मुंह है, और जो कि सोते का मुंह है, जिस प्रकार हमने पढ़ा, और साथ साथ हमारे मुंह या बोली के साथ साथ हमारे कर्म भी उससे मिलते हैं. ഇതാണ് ദേവാലയം. ഈ മനുഷ്യനാണ് ദേവാലയം. ഇതിൽ
2 മുറികളാണുള്ളത്. ഒന്ന് ഉടമസ്ഥനായ ദൈവത്തിന് താമസിക്കാൻ. അതുകൊണ്ടാണ് ഇത് ദേവാലയം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവം താമസിക്കുന്ന മുറിയാണ് ആത്മാവ്. ഇനി ഇതിലെ പുരോഹിതനാണ് മനുഷ്യൻ. ഓരോ ആലയത്തിനും പുരോഹിതൻ വേണ്ടേ? ആ പുരോഹിതനാണ് മനുഷ്യൻ. ആ പുരോഹിതൻ താമസിക്കുന്ന പാഴ്സനേജാണ് മനുഷ്യൻ്റെ ദേഹി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഉടമസ്ഥൻ ആത്മാവിൽ താമസിക്കും, പുരോഹിതൻ മനുഷ്യൻ ദേഹിയിൽ താമസിക്കും. ഇവർക്ക് 2 പേർക്കും കൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടാനുള്ള ഒരു മണ്ണുകൊണ്ടുള്ള ഒരു മിഷനാണ് ശരീരം. ഈ ശരീരത്തിലൂടെ വേണം ഈ 2 അദൃശ്യ ജീവികളും ഈ ശരീരത്തിലൂടെ വേണം ഈ ഭൂമിയിൽ വെളിപ്പെടാൻ. മനസ്സിലായോ? ഹല്ലേലൂയ. യെസ്. So a person of which we are showing 3 components here is composed of 3: the soul, spirit, and the body. And this person is put together is the house of God. It's the temple of God. And the reason being that in the innermost place, which is the spirit represented by Christy brother here, that's where God resides and God acts from. And in the middle portion, which is represented by godly brother here, is the soul, and that's where the actual human, the actual person resides. And for both and the actual physical body, which is represented by Wilson, is a machine. And both God and the person is supposed to be the priest of God. Both God and the priest of God, 2 individual beings operate through that body, and through the body which is represented by Wilson here. And that's how a human being behaves. और एक व्यक्ति में, एक मनुष्य व्यक्ति में 3 भाग, जैसे हमने कहा कि आत्मा, प्राण और शरीर है। परमेश्वर जो मालिक है वो उसका निवास स्थान है आत्मा, और मनुष्य वो जो व्यक्ति है उसका निवास स्थान है प्राण। और व्यक्ति जो है वो है याजक। मंदिर में जैसे याजक होता है वो रहता है उस प्राण के अंदर, और परमेश्वर और व्यक्ति दोनों को इस पृथ्वी में प्रकट होने के लिए माध्यम है, मिट्टी का एक माध्यम है शरीर। ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ എന്താ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണേ? സ്പിരിച്വൽ എഞ്ചിനീയറിംഗ്. ഗ്ലോറി. ഇനി മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൽ നിന്നൊരു സ്ട്രീം തുടങ്ങുന്നുണ്ട്. അതാണ് എൻ്റെയും നിങ്ങളുടെയും തല ഉയർത്തുന്ന സ്ട്രീം, പ്രവാഹം. മനസ്സിലാവുന്നുണ്ടോ മോഹൻ ബ്രദർ? മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൽ നിന്നൊരു സ്ട്രീം ഇറങ്ങുന്നുണ്ട്. ദൈവസിംഹാസനത്തിൻ്റെ കീഴിൽ നിന്ന് ജീവജലനദി ഇറങ്ങുന്നുണ്ട്. അതാണ് നമ്മുടെ തല ഉയർത്തുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് അറിവില്ല. ഒന്നാമത് ഇത് അറിയണം. അപ്പോൾ തന്നെ വീണുപോയ നമ്മളിൽ നിന്നൊരു സ്ട്രീം ഇറങ്ങുന്നുണ്ട്. ഇത് നമ്മളെ നശിപ്പിക്കുന്ന സ്ട്രീമാണ്, നമ്മളെ കൊല്ലുന്ന സ്ട്രീമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 2 സ്ട്രീം നമ്മളിൽ നിന്ന് കടന്നു വരുമ്പോൾ നമ്മൾ ഈ സ്ട്രീമിനെ ഒഴിവാക്കണം. നമ്മളെ കൊല്ലുന്ന, നമ്മളെ അശുദ്ധമാക്കുന്ന ഈ സ്ട്രീമിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ നേരെ കൈകൊന്ന് ഈ സ്ട്രീമിൽ പിടിക്കാൻ പറ്റിയാൽ മോനെ നീ ജയിച്ചു. ഇതാ നിന്റെ ജീവിത ജയം. മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തു ഇതാ ആ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിച്ചെന്ന് പറയുന്നത് വഴിയരികെയുള്ള തോടല്ല. അവിടെ പറയുന്നു ദ ബ്രൂക്ക് ദി വേ. ആ വഴിയരികെയുള്ള തോടാണ് വഴി, യഥാർത്ഥത്തിലെ വഴി. അതാണ് വഴിയാകുന്ന ആ തോട്. ആ തോടിൽ നിന്ന് യേശു കുടിച്ചു. അതുകൊണ്ട് യേശു തല ഉയർത്തി. യേശു കാൽവരിയിൽ ജയം പ്രാപിച്ചു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളും ജയം പ്രാപിക്കണം. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമുക്ക് ജയം തരുന്നത് ദൈവത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ്, ദൈവത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതല്ല ലോകത്തെ ജയിക്കുന്നു. Whatsoever born of God will overcome the world. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിന്റെ ജീവിതം ജയിക്കുക. അതുകൊണ്ട് ഈ ദൈവത്തെ അവഗണിക്കരുത്. ദൈവത്തിൽ ജനിക്കുന്ന നദി മനസ്സിലാക്കണമെങ്കിൽ, അവിടെ നിന്ന് കിട്ടുന്നത് നാം തിരിച്ചറിയണമെങ്കിൽ, ദൈവത്തിന് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്താൽ യേശു ക്രിസ്തുവിൻ്റെ സ്കൂളിൽ ദൈവം നിന്നെ പഠിപ്പിക്കും. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും, യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല.
അതുകൊണ്ട് നമുക്ക് യേശുവെ അനുഗമിക്കാം. ഈ സെൻറ്റർ ഭാഗത്തുള്ള നമ്മളെ ചതിക്കുന്ന നദിയെ ഇതാ യേശു പറയുന്നത്, ഈ ചതിക്കുന്ന നദി ഇതാ യേശു ക്രിസ്തു പറയുന്നത്, ഒരുവനെ അശുദ്ധമാക്കുന്നത് അവൻ ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ചപ്പാത്തിയോ റൊട്ടിയോ ഒന്നുമല്ല അവനെ അശുദ്ധമാക്കുന്നത്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത്, അവനെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഒഴിവാക്കി ഇതാ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദി, നമ്മുടെ തലയെ ഉയർത്തുന്ന, നമ്മളെ ജയിപ്പിക്കുന്ന നദി, നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. അതെല്ലാവർക്കും ഇല്ല, പുതിയ സൃഷ്ടിക്ക് മാത്രമേ ഉള്ളൂ. So we are speaking about spiritual engineering. Here we saw the three parts of a person. We saw the spirit, and inside the spirit resides God. And as the Bible say, from the throne of God flows the river of life. So there is a river that flows, that starts from the throne of God, that starts from the spirit where God resides and flows out. In the same manner, from in the middle portion, which is the soul, where the person resides, there also flows a river, and this river is full of malice and deceit and worldly things. And the question now is, how do we manifest the river that flows from the spirit to the body, so that spirit is that river is revealed to the world, because it's through the body that everything is, both the spirits are revealed. And how can we avoid the spirit in between, which is our own spirit? And the Bible says whoever is born of God will win the world, and that's because the spirit that flows from God comes from our spirit and flows out through our body. On the other hand, the word of God Jesus Christ said that it's not what you eat that makes you unclean, but what comes out of your mouth, because out of your mouth comes all kinds of uncleanness like malice and deceit and whatnot. And this starts from a river in your soul, and we need to avoid that river and connect directly to the river in the spirit which starts from God. And this is what is written in Psalm 110 verse 7, where Jesus drinks from the brook along the way, and this brook is actually the way, and if you drink from that, you will win the world. परमेश्वर जो हमारे आत्मा में निवास करता है, परमेश्वर के पास से या उसके सिंहासन से बहने वाली एक धारा है जो जीवन का धारा है। और हम जो हमारे प्राण में जो हम रहते हैं व्यक्ति, उसमें से भी बहने वाली एक धारा है। लेकिन वो धारा प्रभु यीशु मसीह ने जिस तरह का कहा था, व्यक्ति जो खाता है, जैसे कि रोटी चपाती खाता है, वो नहीं उसे अशुद्ध करता है, लेकिन उसके मुंह से निकलने वाली बातें उसे अशुद्ध करता है। तो वो धारा है, हमारे सिर को नीचा न केवल न करता है, हमें अशुद्ध करके हमें घात करने वाला है। तो कैसे हम हमारे शरीर में रहते हुए उस प्राण से बहने वाली नदी को छोड़कर परमेश्वर की ओर से बहने वाली उस नदी से यदि हम संपर्क करेंगे, उसमें से यदि हम पिएंगे, जिस प्रकार यीशु मसीह ने पिया था, उस मार्ग के नदी के जल से उसने पिया तो वह जयवंत हुआ। ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് ഉള്ള നദിയാണ് നാം സ്വീകരിച്ചു പോകുന്നതെങ്കിൽ നമ്മളുടെ ജീവിതം, നമ്മുടെ സോള് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. പഴയ മനുഷ്യൻ ഒഴിവാക്കി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. മാത്രമല്ല നമ്മുടെ ശരീരം ആരോഗ്യത്തോടുകൂടെ നിൽക്കും. പകരം നമ്മൾ സോളിലുള്ള പഴയ മനുഷ്യനിൽ നിന്നാണ് നാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെയാണ് സകല അശുദ്ധിയും തിന്മയും കൊലപാതകവും ദുശ്ചിന്തയും സകലവിധ തിന്മത്തരങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റോർ ഹൗസാണ്. അതുകൊണ്ടാണ് ദൈവവചനം ഈ മനുഷ്യനെ പേരിട്ടിരിക്കുന്നത് ഡിസീറ്റ്ഫുൾ മാൻ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യൻ. അവനിൽ നിന്നാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ അകത്ത് സമാധാനം ഉണ്ടാകത്തില്ല, എപ്പോഴും ടെൻഷനായിരിക്കും, എപ്പോഴും വിഷമമായിരിക്കും, എപ്പോഴും അയ്യോ 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 എന്നൊരു ചിന്തയായിരിക്കും. മാത്രമല്ല ഇവിടെ നിന്ന് ഒഴുകുന്ന ഈ കാര്യങ്ങൾ ശരീരത്തിനും നല്ലതല്ല. ശരീരം എപ്പോഴും രോഗങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, നിന്റെ നാവ്
പുറത്തേക്ക് വരുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാ. നിന്റെ നാവ് നിന്റെ ശരീരത്തിന് പാപകാരണമായി തീരരുത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളുടെ അകത്തുള്ള ദൈവിക പ്രവർത്തനം മനസ്സിലാക്കുക. നമ്മൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ വായാണ്, ദൈവത്തിൻ്റെ ഉറവയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ഫങ്ഷൻ ചെയ്യുവാനാണ് നമ്മൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് നമ്മുടെ ജീവിതം തുടങ്ങിയത്. ഇനി നാം അതിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. So, as we discussed, we should drink from the brook that starts from God, and not because if we do that, we will be a light to the world, and not from what Bible says, the deceitful man. Because out of if we drink from the old man that is within us, then all kinds of evil things comes from us. And Bible says that let not your mouth be cause for sin. And so we should stop drinking from the old man and drink from the brook that starts from God. इसके लिए हमारे पुराने मनुष्यत्व से निकलने वाली जो बुराइयों से भरा हुआ है, वचन में लिखा है पुराने मनुष्यत्व से निकलने वाली सारी अशुद्ध चिंताएं और हत्या, ये सारे बातों को नहीं लेते हुए यदि परमेश्वर से बहने वाली उस जीवन की धारा को यदि हम लेंगे तो हम जैसे परमेश्वर हमसे चाहता है हम इस दुनिया में रह सकेंगे. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വയത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ പക, മറ്റുള്ള തിന്മകൾ ഒക്കെ ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു. നമ്മളും അശുദ്ധമാകുന്നു, നമ്മളിലൂടെ അനേകരും അശുദ്ധമാക്കുന്നു. അങ്ങനെ ആകരുത്. പകരം ദൈവമക്കൾ എപ്പോഴും ദൈവത്തിൽ നിന്ന് ആരംഭിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. പകയും വൈരാഗ്യവും കോപവും റിവഞ്ചും ഒക്കെ മാറ്റി വച്ചിട്ട് ഒരു വായിൽ നിന്ന് ഒരു ഉദരത്തിൽ ഒരു ഉറവയുടെ ദ്വാരത്തിൽ നിന്ന് മധുരവും അപ്പോൾ തന്നെ കയ്പും രണ്ടും വരുന്നത് യോഗ്യമല്ല. പകരം നമുക്ക് കയ്പുള്ളതൊക്കെ ഫ്രീസ് ചെയ്തുകൊണ്ട് അതിനെ ദൈവാത്മാവാൽ ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തെ ഭൂമിയിലേക്ക് വെളിപ്പെടുന്ന ക്രിസ്തുവെ പോലെയുള്ള ഇമ്മാനുവലായി തീരുവാൻ ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നു. അതിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ ലോകത്തിനൊരു അനുഗ്രഹമായി തീരും, സ്വർഗത്തിന് ഒരു അഭിമാനമായി തീരും, പിശാചിന് ഒരു ഭയമായി തീരും. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി ശോഭിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ ചിന്തിക്കുന്നു ദൈവം നിങ്ങളോട് സംസാരിച്ചോ? ദൈവം സംസാരിച്ചോ? ഗ്ലോറി ടു ഗോഡ്. അങ്ങനെയെങ്കിൽ അതിനായി ജീവിതം ഏൽപ്പിക്കുക. ധാരാളം മക്കളെ ഇതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. ഡേ ബൈ ഡേ നിങ്ങളുടെ അകത്ത് തന്നെ നല്ല ടീച്ചറായ ക്രിസ്തു നമ്മുടെ അകത്തുണ്ട്. തൻ്റെ ആത്മാവിനാൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കും. ക്രിസ്തു അതുകൊണ്ടാണ് നമ്മൾ ആരും ചോദിക്കാതെ തന്നെ പറഞ്ഞ് സൗജന്യ ട്യൂഷൻ ഞാൻ നിങ്ങൾക്ക് എടുക്കാം, എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ. നിങ്ങൾ യാതൊരു പൈസയും തരണ്ട, എന്നോട് പഠിക്കുക. അതിന് ഗുണം നിങ്ങൾക്കേ ഉള്ളൂ. എങ്കിൽ നിങ്ങളുടെ ദേഹികൾക്ക് ആശ്വാസം കിട്ടും. നമ്മൾ അതിന് പകരം ഏതോ പൊട്ടത്തരം കാണിച്ചുകൊണ്ട് യേശുവിന് ഉയർത്തുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. യേശു എന്നാ പറഞ്ഞേ? ലേൺ ഓഫ് മീ, എന്നോട് പഠിക്കുക. അപ്പോൾ തന്നെ യേശുവിന് വേണ്ട ബഹുമാനമൊക്കെ കൊടുക്കുക. അല്ലാതെ യേശുവോട് പഠിക്കാതെ ജാതികൾ ചെയ്യുന്നത് പോലെ അവരുടെ ദൈവത്തെ അവർ പുകഴ്ത്തി കാര്യം സാധിക്കുന്നത് പോലെ അല്ല യേശുക്രിസ്തു നമ്മളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ആ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ നമുക്ക് യേശുവെ അനുഗമിക്കാം. യേശുവിന് എല്ലാ ബഹുമാനവും കൊടുക്കുക. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ പുത്രനെ ബഹുമാനിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു മക്കളെ, താങ്ക് യു വെരി മച്ച്. ചെന്നിരുന്നാട്ടെ. ഓ ഫാദർ, വി താങ്ക് യു. So let us avoid the brook that starts from our own old person, old flesh, and the brook, because out of this comes feelings of anger and revenge and deceitfulness. And let us connect directly to the brook that starts from God. And for this we need to learn of Jesus Christ. Along with praising him, it's also very important to learn of Jesus Christ, learn from Jesus Christ, because only then can we do this. इसलिए आइए, जिस प्रकार हमने आज सुना है, हमारे प्राण से निकलने वाले या हमारे मुंह या जीभ से निकलने वाली उस धारा को हम नहीं लेंगे, उसे बंद करेंगे जिसमें बैर है, जिसमें घृणा है, जिसमें दूसरों के प्रति कड़वाहट है,
ये सब निकलने वाले नदी को हम इनकार करेंगे, उसे बंद करेंगे और परमेश्वर से बहने वाली उस धारा के जल जो जीवन प्रदान करता है उसे हम लेंगे, और वो हम लेने से हमारे लिए, हमारे शरीर के लिए, हमारे प्राण के लिए और हम दूसरों के लिए भी आशीष का कारण बनेंगे, स्वर्ग के लिए गर्व का कारण बनेंगे और शैतान के लिए हम डर का मामला बन जाएंगे। കണ്ണുകളിടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം നിങ്ങളുടെ രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കും. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം കടന്നു വരും. ആത്മാർത്ഥതയോടെ ഇതുവരെയും ദൈവത്തിൻ്റെ ഭൂമിയിലേക്കുള്ള മധുരത്തിൻ്റെ ഉറവയായി മാറേണ്ടവർ, കയ്പിൻ്റെ ഉറവയായി മാറിയിട്ടുള്ളത്, അന്യായമായി പകയുടെ വാക്കുകൾ, പ്രതികാരത്തിൻ്റെ വാക്കുകൾ, അസൂയയുടെ വാക്കുകൾ ഒക്കെ ഹൃദയത്തിൻ്റെ ചിന്തയിൽ നിന്ന് പ്രവൃത്തിയിലൂടെ, നാവിലൂടെ പുറത്തേക്ക് വന്നതൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇതാ ഈ പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് മാറുവാൻ ഒരു തീരുമാനമെടുക്കുക. എൻ്റെ പപ്പായ്ക്ക് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കും, എൻ്റെ അപ്പന് കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി ഏതും എന്ന് ദൈവസന്നിധി തീരുമാനമെടുക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആദ്യ ഫലം കൊണ്ടോ ഞാൻ എൻ്റെ അപ്പനെ, എൻ്റെ ദൈവത്തെ ഞാൻ ബഹുമാനിക്കും എന്നൊരു തീരുമാനത്തോടെ അപ്പൻ്റെ സന്നിധിയിൽ പാപവഴികളെ വിട്ട് തിരിഞ്ഞ് യേശു രക്തത്താൽ ഒന്ന് കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു തീരുമാനത്തോടെ മാത്രമല്ല ഒരു പ്രാർത്ഥനയോടെ എൻ്റെ ചതിമോങ്ങളെ വഷളായി പോകുന്ന മനുഷ്യരിൽ ഞാൻ ഒന്നും എടുക്കത്തില്ല. ആ വ്യക്തിയോടുള്ള പ്രതികാരം, ഇതാ ആ വ്യക്തിയോടുള്ള എല്ലാ പ്രതികാരവും ഞാൻ അങ്ങയുടെ മുൻപിൽ ഇതാ മുട്ടുമടക്കി ഏൽപ്പിച്ചു തരികയാണ്. കാരണം പ്രതികാരം എൻ്റേതല്ല എന്ന് അങ്ങയുടെ വചനം പറയുമ്പോൾ ഞാൻ പ്രതികാരമെടുക്കുവാൻ ഞാൻ എന്തിനു നടക്കണം? എൻ്റെ തലയായ അങ്ങയുടെ കരങ്ങളിലേക്കെല്ലാം ഞാൻ ഏൽപ്പിക്കുകയാണ്. ശത്രുവിനെ സ്നേഹിക്കാൻ അങ്ങനോട് ആവശ്യപ്പെട്ടു. ഞാനിതാ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു, ആ സഹോദരിയെ അനുഗ്രഹിക്കുന്നു, ആ സഹോദരനെ അനുഗ്രഹിക്കുന്നു. ഓരോ വ്യക്തികൾ ഹൃദയങ്ങളിൽ തീരുമാനമെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയട്ടെ, ദൈവസന്നിധിയിൽ എഴുന്നേൽക്കട്ടെ, ദൈവസന്നിധിയിൽ എഴുന്നേൽക്കട്ടെ, കണ്ണുകൾ അടയട്ടെ. ഓൺലൈനിലായിരിക്കുന്ന സഹോദരങ്ങൾ ഇപ്പോഴും തുടർന്ന് ശ്രമിക്കുന്ന ഏവരും ഈ പ്രാർത്ഥനയുടെ ശക്തി ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. നിങ്ങൾ യഥാർത്ഥ മാനസാന്തരത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അരുതാത്തത് നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അപ്പാ എൻ്റെ നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപ അങ്ങ് തരണമേ എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സഹോദരനോട് സഹോദരിയോട് അവനോട് നീ വിഡ്ഢിയെന്ന്, നീ തിന്മ ചെയ്യുന്നവനെന്ന്, ഈ പല പല രീതിയിൽ നമ്മൾ അവരെ അപമാനിച്ചത് എല്ലാം ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ചുകൊണ്ട്, അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഹൃദയത്തിൽ ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. നിന്റെ നാവ് നിന്റെ ശരീരത്തിന് പാപകാരണമായി തീരരുത്. ജീവിത പങ്കാളി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ബഹുമാനമില്ലായ്മയോടെ സംസാരിച്ചത് ഒക്കെ വിട്ടുകളഞ്ഞ് അപ്പനെതിരെ സംസാരിച്ചത്, അമ്മയ്ക്കെതിരെ സംസാരിച്ചത്, ദൈവദാസനെതിരെ സംസാരിച്ചത്, എംപ്ലോയർ മുതലാളിക്കെതിരെ സംസാരിച്ചത്, തൊഴിലാളിക്കെതിരെ സംസാരിച്ചത്, എല്ലാ കള്ളക്കണക്ക് എഴുതിയത്, എല്ലാ ഭാഗങ്ങളും ദൈവം നിന്റെ മുമ്പിൽ എന്തെല്ലാം ഇപ്പോൾ തെളിയിച്ചു തരുന്നു അതെല്ലാം ഇപ്പോൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശു രക്തത്താൽ കഴുകപ്പെടുവാൻ പ്രിയ മകനെ പ്രിയ മകളെ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ കരം നീ കാണുവാനിടയാകും. അവൻ തങ്ങളുടെ ലംഘനങ്ങളെല്ലാം ക്ഷമിക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാക്കുന്നു എന്ന ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം നിന്നെ സൗഖ്യമാക്കുവാൻ ഈ ഹോളിൽ മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ ഏത് ഭാഗത്തും നീ കേൾക്കുന്നുവെങ്കിലോ ദൈവത്തിന്റെ ആത്മാവിന്റെ കൈ 2 മുഴമല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ കൈ നീ ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാൽ അവിടെയും നിന്റെ കൈ എന്നെ കണ്ടെത്തുന്നു പറഞ്ഞ ആ ദൈവത്തിന്റെ ആത്മാവിന്റെ കരം നീ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് കേട്ടുകൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന്റെ കരം നിന്നെ തേടി വരികയാണ്, നിന്നെ സൗഖ്യമാക്കാൻ വരികയാണ്, നിനക്ക് സമാധാനം തരുവാൻ വരികയാണ്, നിന്റെ വിഷയങ്ങളിൽ പരിഹാരം തരാൻ വരികയാണ്. ആരും നിന്നെ സഹായിക്കാനില്ല, പക്ഷെ നിന്റെ തൊട്ടടുത്ത് ദൈവത്തിന്റെ കരം കടന്നു വന്നിട്ടുണ്ട് നിന്നെ സഹായിക്കാൻ. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് യഥാർത്ഥ മാനസാന്തരത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിയുന്നുവെങ്കിൽ ഹൃദയത്തിലെ അശുദ്ധികൾ മാറ്റി എല്ലാ കൂപമണ്ഡൂപക ബുദ്ധികൾ ദൈവം മുമ്പിൽ സറണ്ടർ ചെയ്തുകൊണ്ട് അടിയറവ് പറഞ്ഞുകൊണ്ട് അപ്പാ അങ്ങല്ലാതെ എനിക്ക് വേറൊരു ആശ്രയമില്ല എന്ന് ദൈവസന്നിധിയിൽ സമ്മതിച്ചുകൊണ്ട് യഥാർത്ഥ മാനസാന്തരത്തോടെ പ്രിയമകനെ പ്രിയമകളെ നീ കടന്നു വരുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും ദൈവ സാന്നിധ്യം കടന്നു വന്നുകൊണ്ട് നിന്റെ പ്രശ്ന
പ്രശ്നങ്ങളെ അതൊരു മനോഹരമായ ഒരു ഉദ്യാനമാക്കി മാറ്റുന്നത് പോലെ നിന്റെ ഹൃദയം സമാധാനത്തെ നിറയ്ക്കുക ദൈവത്തിന് കഴിയും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പുകഴ്ച വാക്കുകളിൽ ദൈവം വീഴത്തില്ല. പകരം ഹല്ലേലൂയ, ഹൃദയത്തിന്റെ ശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. അപ്പനെ നോക്കി, അപ്പാ, ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ കാണുന്നവനെ. ആ ഹൃദയം ഒന്ന് തുറന്നേ. അപ്പനൊന്ന് കാണട്ടെ. എല്ലാം മറയൊന്ന് മാറ്റിയേ. സ്തുതിവാക്കുകളിൽ മാറാത്തവനെ, പുകഴ്ചയിൽ വീഴാത്തവനെ, ഹൃദയം നന്നായി അറിയുന്നോനെ, അപ്പാ എന്നപ്പാ, അപ്പാ എന്നാശ്രയമേ, അപ്പാ എന്നപ്പാ, അപ്പാ എന്നൻപേ. സ്തുതിവാക്കുകളിൽ മാറാത്തവനെ, പുകഴ്ചയിൽ വീഴാത്തവനെ, ഹൃദയം നന്നായി അറിയുന്നോനെ, അപ്പാ എന്നപ്പാ, അപ്പാ എന്നാശ്രയമേ, അപ്പാ എന്നപ്പാ, അപ്പാ എന്നൻപേ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കപ്പെട്ട ഈ വ്യക്തിത്വങ്ങൾക്കായി സ്തോത്രം. ഈ മക്കളുടെ വിഷയങ്ങളുടെ മേൽ അങ്ങ് പരിഹാരമായിരിക്കാൽ സ്തോത്രം. ഹൃദയത്തിൽ ഭാരങ്ങളുമായിരിക്കുന്ന വ്യക്തികളുടെ ഭാരങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഇപ്പോ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. അനധികൃതമായി മക്കളുടെ ദൈവം കൊടുത്ത ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രോഗാണുക്കളും, അതിൻ്റെ പുറകിലുള്ള എല്ലാ രോഗത്തിൻ്റെ ആത്മാക്കളും അവയോട് കൽപ്പിക്കുന്നു, ഈ മക്കളെ വിട്ടുമാറുക. അവരുടെ ശരീരങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ആ രോഗങ്ങൾ പരിപൂർണമായും ഇവരുടെ ജീവിതം മാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. സ്വർഗ്ഗം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. യു ആർ ഓൾ ഫ്രീ ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്. കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. വിശ്വാസത്തോടെ അത് ഏറ്റെടുത്താട്ടെ. അപ്പൊ അങ്ങ് കൊടുത്ത വിടുതലിനായി അങ്ങ് കൊടുത്ത വിടുതലിനായി നന്ദി പിതാവേ. അങ്ങ് മക്കൾ കൊടുത്ത സമാധാനത്തിനായി നന്ദി അപ്പ. അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പിതാവേ. സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. താങ്ക് യു അപ്പ, താങ്ക് യു. ദൈവം നിങ്ങളെ പലരെയും സൗഖ്യമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പല വേദനകളും അവിടെയില്ല, പല രോഗങ്ങളും അവിടെയില്ല. ഹൃദയത്തിൽ സമാധാനം തന്നിട്ടുണ്ട്. ചെക്ക് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ പരിശോധിക്കുക. അതോടെ കാണില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു വ്യക്തിയോടെങ്കിലും, അത് തിരിച്ചറിഞ്ഞാൽ ഒരു വ്യക്തിയോടെങ്കിലും, അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോടെങ്കിലും, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ ഒരു വ്യക്തിയോടെങ്കിലും ദൈവം എന്ന സാക്ഷ്യം ഇപ്പോൾ തന്നെ അറിയിക്കാനിടയാകണം. നാളെയല്ല, 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ തന്നെ അറിയിക്കാനിടയാകണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. മാത്രമല്ല, അടുത്ത ആഴ്ച ചർച്ചിൽ ഇത് പറയാനിടയാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെ ഓർക്കുക, ദൈവാനുവദിക്കുന്നതിൽ മാർച്ച് 3-ാം തീയതിയാണ് 2025 മാർച്ച് 3-ാം തീയതിയാണ് അടുത്ത ധ്യാനം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുക. പ്രിയ സഹോദരി പറഞ്ഞതുപോലെ നമുക്ക് മനുഷ്യരെ പിടിക്കുന്നവരാകാം. അതാണ് ക്രിസ്തു ഏൽപ്പിച്ച ആ പ്രൊഫഷൻ. അതിൽ നമുക്ക് അധ്വാനിക്കാം. ഒരു സോളിൻ്റെ വില സർവ്വലോകത്തെക്കാളും വലിയതാ. നമുക്ക് ക്രിസ്തുവോട് ചേർന്ന് അധ്വാനിക്കുക, പ്രവർത്തിക്കുക, നിത്യ സ്വർഗീയ സമ്പന്നരായി തീരാം. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ മീറ്റിംഗിൽ ഞങ്ങളോട് ചേർന്ന് ട്യൂൺ ചെയ്തവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇതാ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? യൂട്യൂബിലാണെങ്കിൽ SVJ മെസ്സേജസ് എന്നുള്ള ആ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ഷാജി ജോസഫ് അല്ലെങ്കിൽ v.o.g എന്ന ഫേസ്ബുക്ക് പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ അതുവഴി നിങ്ങൾക്ക് ധാരാളം സന്ദേശങ്ങൾ ലഭിക്കാനിടയാകും. ദിവസവും വാട്സപ്പിലൂടെ മെസ്സേജ് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ രേഖപ്പെടുത്തുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ആ വാട്സപ്പ് നമ്പർ കളക്ട് ചെയ്ത് ഇതാ നിങ്ങൾക്ക് ദിവസവും 5 മിനിറ്റ് 10 മിനിറ്റ് ദൈവരാജ്യ സന്ദേശം എല്ലാ ആഴ്ചയിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സൂമിലൂടെ ഈ ചിന്തകൾ മനസ്സിലാക്കുവാനുള്ള സൂം ലിങ്കും അതിലൂടെ ലഭ്യമാകുന്നതാണ്. വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ചോയ്സാണ് വേണോ വേണ്ടേന്ന്. നിങ്ങൾക്ക് ദൈവിക ഭവനത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ വർക്കേഴ്സായിട്ട് മാറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇതാ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ഇതാ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമുക്ക് ടെലിഗ്രാമിൽ ബൈബിൾ സ്കൂളുണ്ട്. അതിൽ ഏകദേശം ഞാൻ ചിന്തിക്കുന്നു 368 ക്ലാസ്സുകൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവിടെ അവൈലബിൾ ആണ്. ചിത്രങ്ങളോട് ചേർന്ന് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടിയെക്കുറിച്ചും ലോ ഓഫ് ദ സ്പിരിറ്റ് ആത്മാവിൻ്റെ നിയമത്തെക്കുറിച്ചും ഒക്കെ സാധാരണ ഒരു ബൈബിൾ കോളേജിൽ ഇല്ലാത്ത ആ KG&NC കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ന്യൂ ക്രിയേഷൻ ആ സിലബസ് അതിലുണ്ട്. ഏവർക്കും സൗജന്യമായിട്ട് എൻറോൾ ചെയ്യാവുന്നതാണ്. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, കാത്തുപരിപാലിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.